പ്രവാസലോകത്തെ വാർത്തകൾ. പൗരത്വ അപേക്ഷകൾക്കും പൗരത്വം പിൻവലിക്കുന്നതിനും ഫീസ് ഏർപ്പെടുത്തി ഒമാൻ സർക്കാർ. പുതിയ ഫീസ് ഘടന 2026 ജനുവരി 4 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൗരത്വ നിയമം കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഫീസ് സംവിധാനം നടപ്പാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഒമാനി പൗരത്വത്തിനായുള്ള അപേക്ഷകൾക്ക് ഇനി 600 റിയാൽ ഫീസ് നൽകണം. പൗരത്വം ഉപേക്ഷിക്കുന്നതിനോ പിൻവലിക്കുന്നതിനോ 200 റിയാലാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒമാനി പൗരന്മാരെ വിവാഹം കഴിച്ച വിദേശ വനിതകൾ, ഒമാനികളുടെ വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ ഇണകൾ, ഒമാനി സ്ത്രീകളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവർ സമർപ്പിക്കുന്ന പൗരത്വ അപേക്ഷകൾക്കും ഈ ഫീസ് ബാധകമാണ്. അതേസമയം പൗരത്വം പിൻവലിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ നൽകുന്ന അപേക്ഷകൾക്കും 200 റിയാൽ ഫീസ് നൽകേണ്ടി വരും. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും പൗരത്വ നിയമത്തിൽ ഒമാൻ അടുത്തിടെ കൂടുതൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് കുറഞ്ഞത് 15 വർഷം തുടർച്ചയായി താമസിച്ചിരിക്കണം എന്നാണ് പ്രധാന നിബന്ധന. അറബി ഭാഷയിൽ എഴുതാനും സംസാരിക്കാനുള്ള പ്രാവീണ്യം, നല്ല പെരുമാറ്റം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയും പൗരത്വത്തിനായി നിർബന്ധമാണ്. പൗരത്വാപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിക്കുന്നതായി കണ്ടെത്തിയാൽ കടുത്ത നിയമ നടപടികളും ശിക്ഷയും നേരിടേണ്ടി വരുമെന്നും ഒമാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ സന്ദർശന വിസ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കി സർക്കാർ. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇനി 5 മിനിറ്റിനുള്ളിൽ വിസിറ്റ് വിസ അനുവദിക്കുന്ന സംവിധാനം നിലവിൽ വന്നു. ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുവാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. സഹൽ, കുവൈറ്റ് വിസ തുടങ്ങിയ ഡിജിറ്റൽ ആപ്പുകൾ വഴി വിസയും റെസിഡൻസി സേവനങ്ങളും 24 മണിക്കൂറും ഓൺലൈനായി ലഭ്യമാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. കുടുംബം, ബിസിനസ്, ടൂറിസ്റ്റ് വിഭാഗങ്ങളിലായി ആഴ്ചയിൽ 17,000 മുതൽ 20,000 വരെ വിസിറ്റ് വിസകൾ അനുവദിക്കുന്നുണ്ട്. സീസൺ അനുസരിച്ച് 25,000-ലധികം റെസിഡൻസി പെർമിറ്റുകളും നൽകുന്നുണ്ടെന്നാണ് കണക്ക്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച പുതിയ റെസിഡൻസി നിയമം നവംബർ 23 മുതൽ പ്രാബല്യത്തിൽ വന്നു. രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെയും സാമ്പത്തിക പുരോഗതിയുടെയും ഭാഗമായാണ് നിയമപരിഷ്കാരം. പുതിയ നിയമപ്രകാരം റെസിഡൻസി വിസകൾ 9 വിഭാഗങ്ങളായും വിസിറ്റ് വിസകൾ 12 വിഭാഗങ്ങളായും തരംതിരിച്ചിട്ടുണ്ട്. വിദേശ നിക്ഷേപകർക്ക് 15 വർഷം വരെ താമസാനുമതിയും കുവൈറ്റ് സ്ത്രീകളുടെ കുട്ടികൾക്കും സ്വത്തുടമകൾക്കും 10 വർഷത്തെ റെസിഡൻസി അനുവദിക്കും. എല്ലാ ജോലി വിസിറ്റ് വിസകൾക്കും പ്രതിമാസം 10 ദിനാർ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. റെസിഡൻസി പെർമിറ്റ് ഇനി പാസ്പോർട്ട് സാധ്യതയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE-യിലെ ഓൺലൈൻ കാർഡ് പേയ്മെന്റുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം. ജനുവരി 6 മുതൽ SMS വഴി OTP അയക്കുന്ന രീതി ബാങ്കുകൾ അവസാനിപ്പിക്കുന്നു. പകരം ബാങ്കിന്റെ മൊബൈൽ ആപ്പിലൂടെ ഇടപാട് അംഗീകരിക്കൽ നിർബന്ധമാക്കും. ജനുവരി 6 മുതൽ UAE-യിൽ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള ഓൺലൈൻ പർച്ചേസുകൾക്ക് ഫോണിലേക്ക് SMS ആയി OTP ലഭിക്കില്ല. പകരം ബാങ്കിന്റെ സ്മാർട്ട് മൊബൈൽ ആപ്പിൽ എത്തുന്ന നോട്ടിഫിക്കേഷൻ വഴി ഇടപാട് ഉപഭോക്താവ് അംഗീകരിക്കണം. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം. ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായി SMS, ഇമെയിൽ വഴിയുള്ള OTP ഒഴിവാക്കി ആപ്പ് അടിസ്ഥാനമാക്കിയുള്ള വേരിഫിക്കേഷൻ നടപ്പാക്കാൻ UAE സെൻട്രൽ ബാങ്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ജൂലൈ മുതൽ ഘട്ടം ഘട്ടമായി പല ബാങ്കുകളും ഈ സംവിധാനം നടപ്പിലാക്കി വരികയാണ്. പുതിയ സംവിധാനത്തിൽ തടസ്സമില്ലാതെ ഇടപാടുകൾ നടത്താൻ ഉപഭോക്താക്കൾ ബാങ്കിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ഇതിനകം തന്നെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.